ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, ജോലി, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? വീഡിയോ കാണുക. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ഇടവം രാശിയുടെ രാശി അധിപൻ ശുക്രനാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകേരത്തിന്റെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ ഉൾപ്പെടുന്നത്. ആദ്യം ഈ മാസത്തെ ഗ്രഹനില നോക്കാം. ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ 6ാം ഭാവത്തിലാണ്. 3ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുന്നു. 4ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ എന്നിവയുടെ സാന്നിധ്യമുണ്ട്. 10ാം ഭാവത്തിൽ രാഹുവും 11ാം ഭാവത്തിൽ വക്രശനിയും നിൽക്കുന്നു. 7ര ശനി 2027 ജൂണിൽ ആരംഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം പ്രയത്നത്തിലൂടെ നേട്ടം നേടുന്ന മാസം എന്ന് പറയാം. അവസരങ്ങൾ വരും, എന്നാൽ അവയെ ശരിയായി ഉപയോഗിക്കാൻ ക്ഷമയും ശ്രദ്ധയും ആവശ്യമായ മാസം. ഈ മാസം ഗ്രഹമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും 7ാം തീയതി ബുധനും 17-ന് സൂര്യനും 19-ന് ചൊവ്വയുമാണ്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. പ്രത്യേകിച്ച് അമിതമായ ജോലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ഭക്ഷണക്രമത്തിൽ അശ്രദ്ധ ഈ മാസം തീർച്ചയായും ഒഴിവാക്കുക. ദീർഘകാലമായി മാറ്റിവെച്ചിട്ടുള്ള പരിശോധനകളോ ചികിത്സകളോ ഉണ്ടെങ്കിൽ അവ ശ്രദ്ധിക്കുക. ഈ മാസം മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രാധാന്യം. വിശ്രമത്തിലും ആഹാരത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ മാസം പൊതുവെ നല്ലതാണ്. 3ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം പഠനത്തിൽ ശ്രമിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും വർദ്ധിക്കും. 3ാം ഭാവം ബുദ്ധിശക്തി മാത്രമല്ല, ശ്രമം, കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ് സ്കിൽസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം, ഹയർ സ്റ്റഡീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. 4ാം ഭാവത്തിലുള്ള ബുധൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കേതു കൂടെയുണ്ട്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറയുന്നതിനുള്ള സാഹചര്യം വരാം. അതിനാൽ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് എന്നിവ തീർച്ചയായും നിയന്ത്രിക്കുക. ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം തുടർന്നാൽ നല്ല ഫലം ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം. സ്നേഹബന്ധം, പ്രണയബന്ധങ്ങളിൽ ഈ മാസം കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ശുക്രൻ തന്നെയാണ് ഇടവം രാശിയുടെ അധിപനും പ്രണയകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹവും. എന്നാൽ ശുക്രൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത. 4ാം ഭാവത്തിലെ കേതു കാരണം മനസ്സിൽ ഒരു തരത്തിലുള്ള ഇമോഷണൽ ഡിസ്റ്റൻസ് അനുഭവപ്പെടുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ 3ാം ഭാവത്തിലെ ശക്തമായ വ്യാഴം നല്ല കമ്മ്യൂണിക്കേഷൻ നൽകുന്നതിനാൽ തുറന്ന് സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാം. അതിനാൽ ഈ മാസം ഈഗോയേക്കാൾ കമ്മ്യൂണിക്കേഷനാണ് പ്രാധാന്യം നൽകേണ്ടത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കാൻ സമയം നൽകുന്നത് നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതം, വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ാം ഭാവത്തും. ഇത് ബന്ധത്തിന് ഒരു സംരക്ഷണം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. ജീവിത പങ്കാളിയുടെ അഭിപ്രായം കേൾക്കുകയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ദാമ്പത്യ ജീവിതം കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം ശ്രമത്തിലൂടെ ഭാഗ്യം തുറക്കുന്ന സമയമെന്ന് പറയാം. ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7, 9, 11 ഭാവങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് സ്വന്തം കഴിവ് ഉപയോഗിച്ച് അവസരം സൃഷ്ടിക്കുന്നവർക്ക് നല്ല ഫലം കിട്ടും. യാത്രകൾ, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്, പുതിയ കോണ്ടാക്റ്റ് എന്നിവയിലൂടെ അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കരിയർ, 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കരിയർ രംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുതന്നെയാണ് ഈ മാസം ഇടവം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല. ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരാം. പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോലി എന്നിവ നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള അനുകൂല സമയം. 10ാം ഭാവത്തിൽ രാഹു ഉള്ളതിനാൽ ചിലർക്ക് കരിയറിൽ വലിയ ഉയർച്ച നേടാനുള്ള ആഗ്രഹം ശക്തമാകും.
അതുകൊണ്ട് തന്നെ കരിയറിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ജോലിസ്ഥലത്തെ പൊളിറ്റിക്സ്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, അൺനെസസറി ആയിട്ടുള്ള കോമ്പറ്റീഷൻ എന്നിവ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കുക. 11ാം ഭാവത്തിലെ വക്രശനി കുറച്ച് ദീർഘകാല പ്രതീക്ഷകൾക്ക്, നേട്ടങ്ങൾക്ക് ഒരു സ്ഥാനം തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് കാലതാമസം വന്നാലും ദീർഘമായിട്ടുള്ള സ്ഥിരതയായിട്ടുള്ള ഒരു നേട്ടം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ അവസരങ്ങളെ പോലും അവഗണിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വിജയത്തെക്കാൾ സ്ഥിരതയുള്ള വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള മാസം തന്നെയാണ്. 10ാം ഭാവത്തിലെ രാഹു പുതിയ ബിസിനസ് ഐഡിയാസ്, ടെക്നോളജി, ഓൺലൈൻ ബിസിനസ്, ഫോറിൻ കണക്ഷൻസ്, പുതിയ മാർക്കറ്റിംഗ് എന്നിവയിലേക്ക് കൊണ്ടുപോകാം. 3ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, സെയിൽസ്, നെറ്റ്വർക്കിംഗ് എന്നിവയ്ക്ക് നല്ല പിന്തുണ നൽകുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും പുതിയ ക്ലയൻസ് കണ്ടെത്തുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. 6ാം ഭാവത്തിലെ ശുക്രൻ കാരണം നിങ്ങളുടെ ബിസിനസ് രംഗത്ത് കോമ്പറ്റീഷൻ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതിന് പകരം സ്വന്തം സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ എഗ്രിമെന്റ്, അക്കൗണ്ട്സ്, ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നിവ വ്യക്തമായി സൂക്ഷിക്കേണ്ടതാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കുക. ഈ മാസത്തെ സാമ്പത്തികം. ഈ മാസം 11ാം ഭാവത്ത് വക്രശനി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻകം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും കുറച്ച് ഡിലേ വന്നാലും തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. പണം വരാനായിട്ട് കുറച്ച് താമസം എടുക്കുകയും അതേസമയം ദീർഘകാലമായി കാത്തിരുന്ന ചില സാമ്പത്തിക നേട്ടങ്ങൾ പതുക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. വ്യാഴം 11ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഒരു പ്രൊട്ടക്ഷൻ തന്നെ ലഭിക്കും. അങ്ങനെ സെപ്റ്റംബർ മാസം ഇടവം രാശിക്കാർക്ക് വളരെ വേഗത്തിൽ എല്ലാം നേടുന്ന മാസം എന്നതിലുപരി എഫേർട്ട് ചെയ്ത് ഫ്യൂച്ചറിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന മാസം എന്ന് പറയാം. കരിയറിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും, പക്ഷേ തീരുമാനങ്ങളിൽ ശ്രദ്ധ വേണം. അങ്ങനെ ഇടവം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ക്ഷമയോടെ പരിശ്രമിച്ചാൽ കരിയറിലും സാമ്പത്തിക മേഖലയിലും ദീർഘകാല നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്ന മാസമാണ്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി പാരായണം ചെയ്യാൻ പറ്റാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക. ഓം നമഃ ശിവായ രാവിലെ ശുദ്ധിയായതിനു ശേഷം ഓം നമഃ ശിവായ മന്ത്രം ഒരു 108 തവണ എങ്കിലും ജപിക്കുക. സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക. രാവിലെ ഉദിച്ചു വരുന്ന സമയത്തോ 1 മണിക്കൂർ ആകുമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ്. കൂടാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുക. പിന്നെ നാമജപം. നിങ്ങളുടെ നാവിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു നാമം ഏത് സമയം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്താലും വേണ്ട, അതിന് ഇടയിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരി കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने द्वेष को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे। प्रेम ही मेरा धर्म है, क्षमा ही